ഇനിയിപ്പോ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോണ്ടേ? അടുത്ത ലൊക്കേഷൻ എവിടെയാ? മഹാദേവ ക്ഷേത്രം. അപ്പൊ മഹാദേവ ക്ഷേത്രം ഇവിടെ അടുത്തുണ്ട്. അപ്പൊ ആ ലൊക്കേഷനിലേക്ക് നമുക്ക് നീ അടുത്ത് ശിവന്റെ അമ്പലത്തിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഭയങ്കര ഒരു ശിവഭക്തനാണ്. ഞാൻ ഭയങ്കര ശിവഭക്തനാണ്. അപ്പൊ കാരണം നമുക്ക് ശിവന്റെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി നമുക്ക് അടുത്ത പ്ലാൻസ് കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ? ഓക്കെ. അതവിടെ ഒരു വലിയൊരു ഗോപുരം കാണുന്നുണ്ട്, കണ്ടോ? റൈറ്റ് സൈഡില് കണ്ടോ? എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അമ്പലം. അതെ, അത് തന്നെ അമ്പലം. വണ്ടി കയറേണ്ട ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അതാണ് അമ്പലം നേരെ കാണുന്നത്. നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ടല്ലേ? നമ്മളുടെ ആ ദേവി ക്ഷേത്രത്തിന്റെ അതേപോലെ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് റെഡ് ആൻഡ് ഗോൾഡൻ. സംഭവം ഇത് വലിയൊരു അമ്പലമാണ് കേട്ടോ. നല്ല ഒരു ഫുള്ള് എന്താ പറയുക, ഒരു ഗോൾഡൻ കളർ പോലെ ഒരു ചെയ്തിട്ടുണ്ട്. നല്ല അമ്പലം, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് കണ്ടോ? ഇവിടെ ശിവന്റെ ഇതുണ്ട് കേട്ടോ. കണ്ടോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. എല്ലാം ഈ ബ്ലാക്കിഷ് വിത്ത് ഗോൾഡൻ ഷെയ്ഡ്സിലുള്ളതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്ക്, ഇവിടെ ഹനുമാന്റെ ഇത് കണ്ടോ? ജയ് ഹനുമാൻ. ഓ, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, ശരിക്കും ഗംഭീരം. നിങ്ങൾ മാംഗ്ലൂർ വരികയാണെങ്കിൽ ഈ ഒരു അമ്പലം എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. പിന്നെ അതേപോലെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഈ അമ്പലം, നല്ലപോലെ മെയിൻറ്റെയിൻഡ് ആണ്. ഇത് ഫുൾ എങ്ങനെയാണ് ഒരു ഗോൾഡിഷ് കളർ. അവിടെ എനിക്ക് തോന്നുന്നു അതെനിക്ക് ഒരു ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഓഡിറ്റോറിയം ആണെന്നാ. നന്ദിയുടെ ഇതുണ്ട്. ഇവിടെ ഉള്ളത് ശ്രീ ഷിർദി സായി ബാബ ടെമ്പിൾ ഉണ്ടോ? ഷിർദി സായി ബാബ ടെമ്പിൾ ആണത്. ബ്യൂട്ടിഫുൾ. അപ്പോൾ അമ്പലത്തിൻ്റെ അകത്തായ കാരണം ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല അടിപൊളി രസമായിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. ഇവിടെ അതെ, ഇനോഗ്രേറ്റഡ് ബൈ സോണിയ ഗാന്ധി MP ലോക്സഭ. പിന്നെ ഇത് വേറെ ഒന്നും കൂടെ ഉണ്ട് കണ്ടോ? ഇനോഗ്രേറ്റഡ് ബൈ ശ്രീ രാജീവ് ഗാന്ധി, ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, on 8th February 1991. കൊള്ളാം, സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നന്ദീശൻ്റെ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, നന്ദിയുടെ സ്റ്റാച്യൂസും ഇതെല്ലാം ഒരു റൗണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു അമ്പലമാണ്. ഞാൻ തന്നെ എൻ്റെ കണ്ണ് തള്ളിപ്പോയി സത്യം പറഞ്ഞ. ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ബാക്കിൽ കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കല്യാണ മണ്ഡപമാണത്.
പക്ഷെ പരിപാടി അത് നല്ല അടിപൊളി അമ്പലം. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്പലത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയം കാലത്ത് 6 മണി മുതൽ 2 മണി വരെ, വൈകുന്നേരം 4:30 മുതൽ 9 മണി വരെയാണ്. ഇതാണ്. പക്ഷെ ആ ക്ഷേത്രത്തിനകത്തേക്ക് ഞാൻ മൊബൈൽ കൊണ്ടുപോകുന്നില്ല, കാരണം മൊബൈൽ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. സോ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറ്റുന്നില്ല. പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം, ബാക്കിയുള്ളത് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് വരട്ടെ. അങ്ങനെ നമ്മൾ തൊഴുതിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ആദ്യം നമുക്ക് തൊഴാനുള്ളത് ഇവിടെ ശ്രീകൃഷ്ണനെയാണ്. ശ്രീകൃഷ്ണ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എനിക്ക് പ്രദക്ഷിണം വെക്കണം. അപ്പുറത്തുണ്ട് തോന്നുന്നു, കുറേ ഉണ്ട് അപ്പുറത്ത്. അത് നമുക്ക് ആദ്യം ശ്രീകൃഷ്ണ തൊഴുതിട്ട് അതൊക്കെ ബാക്കിയുള്ളത് നോക്കാം. ഗംഗാവർത്തനം ഫൗണ്ടെയിൻ ഉണ്ടോ? വർത്തന ഫൗണ്ടെയിൻ, ഗ്ലാസ് ഹൗസ് ഒക്കെ ഉണ്ട്. ഇത് രഥ തോന്നുന്നുണ്ട്. ഇത് നമുക്ക് അത്രയും പേരത്ത് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് എന്നുള്ളതാണ് സത്യം. ഓ അടിപൊളി. ഇവിടെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ഇതേ ശിവന്റെ അമ്പ ഉണ്ടോ? 4 സൈഡിലും ശിവനാണ്, 4 അറ്റത്ത് ശിവൻ. അവിടെ നടുക്കുള്ളത് പാർവതി ദേവി, സുബ്രഹ്മണ്യൻ, ഗണപതി. അടിപൊളിയായിട്ടുണ്ട്. നല്ല അമ്പലം. 4 സൈഡ് 4 മുക്കിലും ശിവനാണ്. 4 മുക്കിലും ശിവൻ. അപ്പോൾ അത്രയും പെരുത്ത് നമുക്ക് ഈ അമ്പലത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല രസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അടിപൊളി ഒരു അമ്പലമാണ്. സത്യമായിട്ടും ഇത് നിങ്ങൾ മാംഗ്ലൂർ ആണെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റ് ഒരു അമ്പലമാണ്. അത്രയും പെരുത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ളതുണ്ട് അല്ലേ? അത്രയും പെരുത്ത് കാര്യങ്ങൾ കാണാനുണ്ട് ഇവിടെ. ഒരിക്കലും മിസ് ചെയ്യരുത്. ഒന്നും കൂടി ഈ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞാൽ കുഡ്രോളി ശ്രീ ഗോകർണനാഥേശ്വര ക്ഷേത്രം. അപ്പോൾ ഈ അമ്പലത്തിലേക്ക് വരിക, നിങ്ങളായിട്ട് കാണുക. എനിക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ എൻ്റെ കണ്ണ് തള്ളിപ്പോയി നിൽക്കുകയാണ് ഇവിടെ. നിങ്ങൾ വന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വന്ന് കാണണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. കാരണം അത്രയും നല്ലൊരു അമ്പലമായിരുന്നു അത്. നല്ലൊരു അമ്പലം. നിങ്ങൾ മാംഗ്ലൂർ വരികയാണെങ്കിൽ ഞാൻ കുറേ ഇത് പറഞ്ഞു. പക്ഷെ ഇതെന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ ഞാൻ അത്രയും എക്സൈറ്റഡ് ആയി ഈ അമ്പലം കണ്ടപ്പോൾ. അത് കാരണം എന്തെങ്കിലും ബൈ ചാൻസ് ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് മാംഗ്ലൂർ വരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ അമ്പലം ഒരിക്കലും മിസ് ചെയ്യരുത്. സോ യു ഷുഡ് മേക്ക് യൂസ് ഓഫ് ദിസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഭാരത് മോൾ എന്ന് പറഞ്ഞൊരു മോളുണ്ട്. ആ മോളിലേക്ക് വന്നേക്കാണ്. അവിടെയാണ് നമ്മുടെ ഈ പെബ്ബാസ് കഫേ എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അത് അവിടെ ചെന്ന് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഐസ്ക്രീം താലി എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ,
ഇപ്പം നമ്മുടെ ഐസ്ക്രീം താലി മീൽസ് എത്തിയിരിക്കുകയാണ്. ഇത് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് പക്ഷേ ഇത് ഏതൊക്കെ വെറൈറ്റീസ് എന്നുള്ളത് അറിയുന്നില്ല. ഇത് ബ്ലാക്ക് കറണ്ട് ആയിരിക്കും അല്ലേ? അത് ബ്ലാക്ക് കറണ്ട്. ഇത് അതറിയില്ല. ഇത് ബട്ടർ സ്കോച്ച്, സ്ട്രോബെറി അല്ല. അപ്പൊ ഇതെന്താ? ഇത് ബട്ടർ സ്കോച്ച് അല്ലേ? അതായത് നമ്മുടെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പോലെ തന്നെയാണ് ഈ സംഭവം ഉള്ളത്. ഒരു സദ്യ എങ്ങനെയാണുള്ളത് ആ സദ്യ അതേപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ മെൻഷൻ ചെയ്തത്. അതായത് ചോറ്, കറി അല്ലേ? ചോറ്, കറി, പിന്നെ ഇത് ബാക്കിയുള്ള കറികൾ, ഉപ്പിന് പഞ്ചസാര, പിന്നെ മറ്റേത് കായ വറുത്തതും ശർക്കരപ്പേരിയും, അച്ചാറ് അല്ല. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ബീട്രൂട്ട് തോരണമെന്നാണ്. ഇത് ബീട്രൂട്ട് തോരണമെന്ന്. ഇത് ഓലൻ, കാളൻ, ഇതെന്താണോ ഇത് ഒരു പിടുത്തം കിട്ടും. ഇത് കൂട്ടുകറി ആയിരിക്കും. ഇത് പായസം. കറക്റ്റ്, പായസത്തിന് വരെ ഒരു ഓക്കെ. അപ്പൊ അതായിരിക്കും സംഭവം. എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഞാനൊന്ന് കഴിച്ചു നോട്ടത് എനിക്ക് എങ്ങനെയുണ്ട്. ഇത് സംഭവം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്, പക്ഷെ കുഴപ്പമില്ല അത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്ത് തന്ന അനു തോമസിന് നന്ദി. കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും സംഭവം കിട്ടിയിട്ടുണ്ട്, ഗംഭീരം. ഇതെങ്ങനെ കഴിച്ച് തീരും എന്നുള്ളതാണ് ഒരു പ്രശ്നം. കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ പതുക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ബൈ. അങ്ങനെ ഒരു അടിപൊളി ഐസ്ക്രീം താലി കഴിച്ച് ഞങ്ങൾ കാർ പാർക്കിങ്ങിലേക്ക് എത്തി. പക്ഷെ നല്ല വിശപ്പുണ്ട്. ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ എന്ത് വിശപ്പ് പറയാനാ. സോ റൂമെത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. എൻ്റെ കയ്യിൽ വേറെ കുറച്ച് ഓഫീസിൻ്റെ കാര്യങ്ങളുണ്ട്. അതും കൂടി ഒന്ന് തീർക്കാം. എന്തായാലും നോക്കട്ടെ, ഇനി റൂം എത്താനുള്ള കാര്യങ്ങൾ നോക്കാം അല്ലേ? ഓക്കെ. അപ്പം ഞങ്ങൾ ഒരു വെജ് അല്ല, സോറി, ഐസ്ക്രീം താലി ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഹെവിന്ന് ഒന്നുമില്ല. എന്തായാലും ഈസി ആയിട്ട് 2 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അത് ഫില്ലാവും. ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ അത് ഹെവിയാണ്. പക്ഷെ അത് 2 പേരായതുകൊണ്ട് വലിയ ഹെവി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അത് ഇനി എന്തായാലും റൂമെത്തിയിട്ട് വേണം ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇനി നോക്കണം, എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ റൂമെത്തി ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ടാറ്റാ. ഓക്കെ, അങ്ങനെ റൂമെത്തിയിട്ട് ഇനി ഭക്ഷണം കഴിക്കണം. അതൊന്നുമില്ല, സെയിം ഇന്നലത്തെ ജനത ഡിലക്സ് എന്നായിരിക്കും. കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് വലിയ ഫുഡായിട്ട് എനിക്ക് വേണ്ട. സോ ലൈറ്റായിട്ടുള്ളൊരു ഫുഡ് മതി. എന്തായാലും നമ്മളൊരു ഹോട്ടലിൽ കഴിച്ചു, പ്രത്യേകിച്ച് ട്രാവലിങ്ങിൽ പ്രത്യേകിച്ച് ഒരു ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ ഇഫ് ദാറ്റ് ഇസ് ഫൈൻ ദെൻ ലെറ്റ് us go with that. കാരണം നാളെ എനിക്ക് ട്രാവലിംഗ് ചെയ്യാണ്ട് തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാനുള്ളതാണ്. പിന്നെ ഇന്ന് കണ്ട അമ്പലങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആ അമ്പലങ്ങൾ കണ്ടത്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നതും ഫോട്ടോ കാണുന്നതോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതോ ഇതിനേക്കാട്ടിലും കൂടുതൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക നേരിട്ട് വന്ന് കാണുമ്പോഴാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ 2 അമ്പലങ്ങൾ. ഈ 2 അമ്പലങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് അമ്പലങ്ങൾ അപ്പുറത്തേക്കുണ്ട്. പക്ഷെ ഞങ്ങളുടെ ടൈം ഡ്യൂറേഷൻസ് കുറച്ചായ കാരണം അധികം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കാരണം ആവുന്ന രീതിയിൽ 2 അമ്പലം ഇന്ന് എന്തായാലും എനിക്ക് അമ്പലങ്ങൾ കവർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നല്ലപോലത്തെ ഒരു സ്പോട്ട് നോക്കിയിട്ട് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ എൻ്റെ വർക്കുകളൊക്കെ പെട്ടെന്ന് തീർത്തതും ഏകദേശം ഒരു 6-6:30 ആകുമ്പോഴേക്കും ഇറങ്ങിയതും. അപ്പോൾ അങ്ങനത്തെ ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്യുക. ബാംഗ്ലൂർ ഒന്ന് ഒരിക്കൽ വരാൻ വേണ്ടി നോക്കുക. ഇപ്പം ഏകദേശം കുറച്ച് എന്താ പറയുക, ഒരു
5% ഒരു മാംഗ്ലൂർ ലൊക്കേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു 5%, ഇനിയും 95% അപ്പുറത്തേക്ക് അതൊന്നും എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഇനിയുണ്ട് മാംഗ്ലൂർ വിസിറ്റ് ഇനിയുണ്ട്. സോ ഇൻ കേസ് അങ്ങനെ മാംഗ്ലൂരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് us മേക്ക് എ സീസൺ 2 കേട്ടോ. പക്ഷെ നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക ബാംഗ്ലൂർക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളും കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നാളെ കാലത്ത് ബാംഗ്ലൂർക്ക് തിരിക്കണം. നാളെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആ KT ടീ സ്റ്റോൾ അവിടേക്കൊന്ന് പോകണം. കാരണം അത് ഓൺ ദ വേ ആണ്, ബാംഗ്ലൂർ റൂട്ടിലാണ്. അതൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടേക്കൊന്ന് നമുക്ക് കയറണം. ഓക്കെ, അപ്പോൾ സോ ലെറ്റ്സ് ഹാവ് എ ഗുഡ് സ്ലീപ്പ്. എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ, സലാം.